ഗൈസ്, അപ്പോൾ നമുക്കിന്ന് വീട്ടില് ആരുമില്ല, അതുകൊണ്ട് തന്നെ അടി ഉണ്ടാക്കിയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹൈജീനുള്ള ഒരു ഹോട്ടൽ നോക്കി വന്നിരിക്കുകയാണ്. വന്നപ്പോൾ തന്നെ നമ്മുടെ ചേട്ടൻ ഇതോടെ ടിഷ്യൂ പേപ്പർ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു സാനിറ്റൈസറും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായിരുന്നു. ഇതാ ചേട്ടന്റെ ബില്ല്. അല്ലേട്ടാ, ഇതെന്താ ബില്ല്? അത് ചേട്ടൻ വരുന്ന വഴിക്ക് നമ്മുടെ ചവിട്ടിയിൽ 2 തവണ കാലിട്ടൊന്ന് അരച്ചായിരുന്നു. അതിന്റെ ഒരു കൺസ്യൂമർ ഫീസാണ്. ഇവിടെ കഴിക്കാൻ എന്തൊക്കെയുള്ളത്? ചോറുണ്ട്, ബിരിയാണി ഉണ്ട്. ചോറെടുത്തോളൂ. എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. സാർ, ചോറ് റെഡി. ചേട്ടാ, ഇതൊന്ന് സാനിറ്റൈസ് ചെയ്ത് തരും. ഓ പിന്നെന്താ ചേട്ടാ, അവിടെ 2 സിറിഞ്ചായി. സിറിഞ്ചോ ചെയ്തിട്ടുണ്ട് സാർ. ചേട്ടാ, അതിന് ഒപ്പം കൂട്ടാനൊന്നില്ലേ? പച്ചച്ചോറ് മാത്രമല്ലല്ലോ. അത് സാറിന് പച്ചയോടാണ് കൂടുതൽ താല്പര്യമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ സ്പെഷ്യലി കസ്റ്റമൈസ് ചെയ്ത ഫുഡാണ് സാർ. ഇത് മാത്രമല്ല, സാറിന് പച്ചയോടനുബന്ധിച്ചിട്ട് നമുക്ക് ഇവിടെ പച്ചക്കറി, പച്ചത്തറി, പച്ചക്കടല പുഴുങ്ങിയത്, പിന്നെ പച്ചില ബജ്ജി, പിന്നെ പച്ചമാങ്ങ ഉപ്പിലിട്ടത് എന്നിവയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് സാർ. പക്ഷെ ഇതിനൊക്കെ വേറെ കാശ് കൊടുക്കേണ്ടി വരും സാർ. അല്ല, അപ്പോൾ വേറെ അഫോർഡബിൾ ആയിട്ട് വേറെ ഒന്നും ഇല്ല ഇവിടെ? അഫോർഡബിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സാറിന്റെ ഈ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് ഊറ്റിയെടുത്ത കഞ്ഞോളം ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ 40 രൂപയ്ക്ക് തരാം. ഇനി കുറച്ചുകൂടി അഫോർഡബിൾ ആകണമെങ്കിൽ നമുക്ക് ഈ പാത്രം മാറ്റിയിട്ട് ഞാനത് കൈ കൊണ്ട് ഇങ്ങനെ കോരി കൊണ്ടുവന്നിട്ട് തരാം. അപ്പൊ ഒരു 10 രൂപ കൂടി കുറഞ്ഞിട്ടു. ടു അൺഹൈജീനിക്. കൈ നമ്മൾ സാനിറ്റൈസർ അടിക്കും സാർ. ഹൈജീനിക്. അതാണ്. എനിക്ക് എന്തായാലും ചോറ് വേണ്ട, ഇതൊന്ന് മാറ്റിയിട്ട് ബിരിയാണി ആക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ ബിരിയാണി റൈസിന്റെ മുകളിൽ സവാള വറുത്തത് തരണമെങ്കിൽ ഒരു 30 രൂപ, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 60 രൂപ. അതേപോലെ തന്നെ നമുക്ക് ഈ ചിക്കൻ പീസ്, അത് ഒരു പീസ് ആണെങ്കിൽ 70, 2 പീസ് ആണെങ്കിൽ 120. അതിനും ബില്ല ചേട്ടാ? ഇവിടെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫ്രീ ആയിട്ട് നമ്മൾ ബില്ല് കൊടുക്കാറുണ്ട് സാർ.